ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു AS ടെക് ആൻഡ് വ്ളോഗ്സ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഇപ്പോൾ പുതിയൊരു ഇൻട്രോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പ്രത്യേകം, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം AS263 എൻ്റർടൈനിങ് ആൻഡ് വ്ളോഗിങ് എന്നായിരുന്നു. അപ്പോൾ ചാനലിൻ്റെ പേര് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി, ഇപ്പോൾ AS ടെക് ആൻഡ് വ്ളോഗ്സ് എന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നമ്മളുടെ പേര് ഈ ഒരു പേരിലായിരിക്കും നമ്മുടെ ചാനൽ അറിയപ്പെടുക. നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഷെയറൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പം തന്നെ നമുക്കൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. നമ്മളൊരു 100 ഫാമിലി തികച്ചിരിക്കുകയാണ്. 100 ഫാമിലീൻ്റെ മുകളിലേക്ക് പോയി 100 ഫാമിലി തികച്ചു. അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു മെസ്സേജൊക്കെ വന്നായിരുന്നു. നമുക്ക് തീർച്ചയായിട്ടും ഒരു സന്തോഷം തന്നെയാണ്. ഇനി അങ്ങോട്ട് മുന്നോട്ട് വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം തന്നെയാണ്. ആക്ച്വലി ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് PUBG വീഡിയോസും അതുപോലെ തന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം, കുറച്ച് അൺബോക്സൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ പോയെ ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുകയാണ്. ഈ കാര്യങ്ങൾ എന്താണ്, നിങ്ങളെന്താണ് ഈ വീഡിയോയിൽ അന്ന് മെൻഷൻ ചെയ്തത്, ഇതിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം മറ്റൊന്നുമല്ല, നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഗൂഗിൾ ഫോട്ടോസിനെ കുറിച്ചാണ് ഇപ്രാവശ്യത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഗൂഗിൾ ഫോട്ടോസ് എന്താണ്, എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിലും ശരി, iOS യൂസർ ആണെങ്കിലും ശരി, നിങ്ങളുടെ ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്നത്. ഇൻസ്റ്റാൾ ചെയ്യുക. ചില ആൻഡ്രോയിഡ് മൊബൈലിലൊക്കെ ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ടാകും. ചിലത് അവർ ഡിസേബിൾ ചെയ്ത് വെക്കും, ചില സ്പേസിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഡിസേബിൾ ചെയ്ത് വെക്കും. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ഉപകാരപ്പെടുന്നത് വെച്ചാൽ, നിങ്ങൾ മെമ്മറി കാർഡൊക്കെ ഉപയോഗിക്കാതെ നടക്കുന്ന ആൾക്കാരാണ്, ഫോൺ ഉപയോഗിച്ചിട്ട് മെമ്മറി കാർഡ് ഉപയോഗിക്കാതെ നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഈ ഗൂഗിൾ ഫോട്ടോസ്. 2 ആപ്ലിക്കേഷൻ എനിക്കറിയാം ഗൂഗിളിൻ്റെ, മറ്റുള്ളത് ഞാനങ്ങനെ പറയുന്നില്ല. ഗൂഗിൾ ഡ്രൈവും ഗൂഗിൾ ഫോട്ടോസും. ഞാൻ ഫോട്ടോസിനെ കുറച്ചുകൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഫോൺ ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസിൽ സൈനിങ് ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ ഫോൺ ഡെഡായിപ്പോയി, കംപ്ലീറ്റ്ലി ഡെഡായിപ്പോയി, അപ്പോൾ നമുക്ക് നമ്മളെ ഫോട്ടോസും കാര്യങ്ങളും തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഗൂഗിൾ ഫോട്ടോസിൽ സൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു ഡിവൈസിൽ നിങ്ങളുടെ Gmail ID സൈൻ ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് ഈ ഗൂഗിൾ ഫോട്ടോസിൻ്റെ പ്രധാന ഗുണം. ആ വീഡിയോസ്, ഫോട്ടോസ്, ചില കോൺടാക്ട്സ്, അങ്ങനെ കാര്യങ്ങളെല്ലാം നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. കോൺടാക്ട്സിന് വേറെ തന്നെ ഒരു ഓപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ഗൂഗിൾ ഫോട്ടോസും കാര്യങ്ങളും മാത്രം. അത് നിങ്ങൾ കോൺടാക്റ്റൊക്കെ സേവ് ചെയ്യുന്ന സമയത്ത് ഡിവൈസിൽ സേവ് ചെയ്യുന്നു, അതോ മൊബൈലിൽ സേവ് ചെയ്യുന്നു, അതോ Gmail ID സേവ് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് Gmail ID കൊടുക്കുകയാണെങ്കിൽ ആ കോൺടാക്റ്റ് നമുക്ക് അതുപോലെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഗൂഗിൾ ഫോട്ടോസും വീഡിയോസും പെട്ടെന്ന് തന്നെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ 15 GB ഫ്രീ സ്റ്റോറേജാണ് നമുക്ക് ഇതിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. നമുക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുക്കേണ്ടി വരും. മന്ത്ലി എന്തോ 700 അങ്ങനെ എന്തൊക്കെ ഫീസ് ഉണ്ട്, ഇയർലി അങ്ങനെ എന്തൊക്കെ ഫീസൊക്കെ ഉണ്ട്, എത്ര GB എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. 15 GBൻ്റെ ഈ സ്റ്റോറേജ് എന്ന് പറയുന്നത് അവർ കൺവേർട്ട് ചെയ്തെടുക്കുന്ന ഇത് തിരിച്ചു തരുമ്പോൾ നമുക്ക് അത് പഴയ ഒറിജിനൽ ക്വാളിറ്റിയിലേക്ക് തന്നെ തിരിച്ചു തരും. അതായത് നമ്മൾ അതിലേക്ക് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇത് കുറഞ്ഞ ക്വാളിറ്റിയിലേക്ക് ആക്കിയിട്ട്, അതായത് ക്വാളിറ്റി റെഡ്യൂസ് ചെയ്തിട്ട് കുറച്ചിട്ട് അതിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് തിരിച്ച് നമ്മൾ റിക്കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതേ ക്വാളിറ്റിയിൽ, നമ്മൾ ഏത് 4Kയിലാണ് എടുത്തെങ്കിൽ ആ 4K തന്നെ നമുക്ക് തിരിച്ച് കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ ആൻഡ്രോയിഡ് യൂസർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ Gmail ID ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. നിലവിൽ എൻ്റെ ഒരു Gmail ID ഇവിടെ ഓൾറെഡി ഉണ്ട്, അപ്പോൾ ഞാനത് മാറ്റിയിട്ട് വേറെ Gmail ID ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ആ Gmail ID ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അപ്പോൾ നമുക്കിവിടെ ഹൈ ക്വാളിറ്റി, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഹൈ ക്വാളിറ്റി ഫ്രീ ലിമിറ്റഡ് സ്റ്റോറേജും അതുപോലെ തന്നെ ഒറിജിനൽ ലിമിറ്റഡ് അക്കൗണ്ട് സ്റ്റോറേജ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൽ ഞാൻ പറഞ്ഞു ഹൈ ക്വാളിറ്റി ലിമിറ്റഡ് സ്റ്റോറേജ് നമുക്ക് ഒഴിവാക്കിയിട്ട് ഒറിജിനൽ ക്വാളിറ്റി തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. അത് 15 GB ആണ്. അതുപോലെ തന്നെ വൈഫൈ ബാക്കപ്പിൻ്റെ ആ ഒരു അത് എനേബിൾ ചെയ്തതിന് ശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും ഡൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഇത് ബാക്കപ്പ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ഈ ബാക്കപ്പ് ഈസ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഗെറ്റിംഗ് ടു റെഡി ടു ബാക്കപ്പ് എന്ന് അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കപ്പ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ഗാലറീസിലുള്ള ഫോട്ടോസ് കംപ്ലീറ്റ്ലി ബാക്കപ്പ് ആയി കഴിഞ്ഞു.
അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരെ ഇത് കംപ്ലീറ്റ്ലി ബാക്കപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഗാലറി ഫോട്ടോസ് ഇതിൽ ബാക്കപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അതെങ്ങനെ ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് നമ്മൾ ഗാലറി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. നമുക്കൊന്ന് പരിശോധിക്കേണ്ട ബാക്കപ്പ് ആയത് ശരിയാണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആ കാര്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒരു ഫോട്ടോസ് എടുക്കുന്നു. ഇപ്പോൾ ഈ ഫിഫ എന്ന് ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നു ഗാലറിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ നേരെ ഗൂഗിൾ ഫോട്ടോസിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നു. തിരിച്ച് വീണ്ടും ഗൂഗിൾ ഫോട്ടോസിലേക്ക് വരുന്നു. ഓക്കെ, അപ്പം ഗൂഗിൾ ഫോട്ടോസിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടില്ല, നമ്മൾ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇപ്പോൾ ഗാലറിയിലില്ല, ഇപ്പോൾ ഗൂഗിൾ ഫോട്ടോസിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. ഗൂഗിൾ ഫോട്ടോസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഗൂഗിൾ ഫോട്ടോസ് നേരെ ഡിലീറ്റ് ചെയ്താൽ മൂവ് ടു ബിന്നാണ് പോകുന്നത്. അതായത് നമുക്ക് 60 ദിവസം വരെ സമയമുണ്ട്. നമുക്കത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും 60 ദിവസം വരെ സമയമുണ്ട് അത് റിക്കവർ ചെയ്തെടുക്കാൻ. നമുക്ക് വേണമെങ്കിൽ ആ ഫോട്ടോസ് 60 ദിവസത്തിനുള്ളിൽ റിക്കവർ ചെയ്തെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അതിൻ്റെ ബിന്നിനുള്ളിൽ പോയി ഡിലീറ്റ് ചെയ്താൽ കംപ്ലീറ്റ്ലി പോകും. അത് ഞാൻ ഇതിൽ ലാസ്റ്റിലേക്ക് വിവരിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ അതിന് റീസ്റ്റോർ ചെയ്തെടുക്കുകയാണ്. തിരിച്ച് നമ്മൾ റീസ്റ്റോർ ചെയ്തു. അപ്പോൾ നമ്മളെ ഗൂഗിൾ ഫോട്ടോസിലേക്ക് അത് തിരിച്ചു വന്നിട്ടുണ്ടാവും. ഇനി ഗൂഗിൾ ഫോട്ടോസിൽ നിന്നും അതെങ്ങനെ റീസ്റ്റോർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ സേവ് ടു ഡിവൈസ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ആ ഫോട്ടോസിൻ്റെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. കാണിച്ചു തരാം. ഇതിപ്പോൾ എന്താ വെച്ചാൽ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് കുറച്ച് സ്ലോ ആണ്. അപ്പോൾ നമുക്കത് ആ ഒരു പ്രശ്നം കൊണ്ടാട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ മുകളിലായിട്ടൊരു 3 ഡോട്ട്സ് ഇല്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. അതിൽ ഡൗൺലോഡ് എന്ന് കാണും. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ഡിവൈസിൽ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്യുമ്പോൾ ഓക്കെ, ആ ഫോട്ടോസ് ഇവിടെ നമുക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ചെറിയൊരു സ്റ്റെപ്പ് ഇവിടെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയിട്ടുള്ളവർ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം. അല്ല, ഇനി ഫുള്ളായിട്ട് മനസ്സിലാക്കണമെന്നുള്ളവർ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. ഇനി ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ നെറ്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ കണക്ട് ചെയ്തിട്ടില്ല ഈ മൊബൈലിൽ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്ലൈറ്റ് മോഡാണ്. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3.56 GB to 15 GB. അതായത് ഈ ഫയൽ എന്ന് പറയുന്നത് ഏകദേശം എൻ്റെ ഒരു ഇതിൽ എൻ്റെ ഐഫോണിൽ ഇത് റീസ്റ്റോർ ചെയ്ത സമയത്ത് ഏകദേശം 28 GB അടുത്തുള്ള ഫയലാണ് ഈ 3.56 GB ആയിട്ട് കംപ്ലീറ്റ് ഫോട്ടോസ് ആട്ടോ. നിങ്ങൾക്കറിയാം ഐഫോണിൻ്റെ ക്വാളിറ്റിയിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി വീഡിയോസ് കാര്യങ്ങളൊക്കെ 3.5 GB കൺവേർട്ട് ചെയ്ത് കുറച്ച് വെച്ചിട്ടാണ് ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചത്. നമ്മൾ റിക്കവർ ചെയ്യുന്ന സമയത്ത് ഇത് അതുപോലെ നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. അതായത് നമുക്ക് ആ ഏത് ഫോട്ടോസാണോ വേണ്ടത് ആ ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് റിക്കവർ എടുക്കാം. മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ അതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സ്പേസിൻ്റെ ഒരു കൂട്ടുന്നതിന് വേണ്ടി ഇതൊരു 64 GB ഐഫോൺ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഗൂഗിൾ ഫോട്ടോസ് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം കൂടി ഈ ഒരു കാരണമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യം വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അതങ്ങനെ ആയിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ വന്ന് ചെറിയ കാര്യങ്ങളൊന്നും വിളിക്കരുത്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിലിപ്പോൾ നെറ്റോ കാര്യങ്ങളൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ സൈൻ ചെയ്തത് വളരെ സിമ്പിളാണ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യുക, ഇപ്പോൾ നോർമലി ഇപ്പോൾ നമ്മുടെ നെറ്റോ കാര്യങ്ങളൊന്നും കണക്റ്റ് ആയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ നോർമൽ ഫോണ് നമ്മൾ കുറച്ച് ഫോട്ടോസ് കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡോഗ്സിൻ്റെ ഫോട്ടോസ് കാണിച്ചു തരാം. നിങ്ങൾ ഇത് നോട്ടീസ് ചെയ്ത് വെക്കുക. അതായത് ഇപ്പോൾ 1 2 3 4 ഡോഗ്സിൻ്റെ ഫോട്ടോസ് ഉണ്ട്. 2 പഗ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. എൻ്റെ പേര് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല. എന്തായാലും പിന്നെ ഒരു ആമസോണിൻ്റെ ഒരു ഫോട്ടോസും ഉണ്ട്. നമുക്ക് നേരെ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്ത് കാണാം. ഓക്കെ, ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഗാലറിയാണ്. ഇന്ന് ആൻഡ്രോയിഡ് മൊബൈൽസിനാണ് ഗാലറി, iOS-കാർക്കാണെങ്കിൽ ഫോട്ടോസ്. അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തു. ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ ഫോട്ടോസ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കണ്ടോ. 2 ബഗ്, ഒരു ഡോഗ്സ്, 2 ഡോഗ്സ് വേറെ, പിന്നെ ഒരു ആമസോണിൻ്റെ ഫോട്ടോസ്. ഈ 5 ഫോട്ടോസ് നിങ്ങൾ നോട്ടീസ് ചെയ്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് ഇപ്പോൾ ഗൂഗിൾ ഫോട്ടോസിൽ നിന്നുകൊണ്ട് ഈ ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്തു. ഇനി ഞാൻ നേരെ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഫോട്ടോസിലേക്ക് വരികയാണ്. അതായത് നമ്മുടെ ഗാലറിയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ലൈബ്രറി എടുക്കാം. ഇതിൽ ഒരു പഗ് അവിടെ കാണാനില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിലീറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഡിലീറ്റ് ആയിപ്പോയി. കാരണം ഞാൻ പറയാൻ ശ്രദ്ധിക്കേണ്ട കാരണം എന്താ വെച്ചാൽ ഞാൻ നെറ്റ് ഇതുവരെ കണക്ട് ചെയ്ത് വെച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ ഇവിടെ നിന്നാണ് ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് ഒരു പഗ്ഗിനെ ഡിലീറ്റ് ചെയ്തു.
സെയിം നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് പോകുന്ന സമയത്ത് അവിടുന്ന് ആ പഗ് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ നെറ്റ് കണക്റ്റ് ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നം. അതായത് നമുക്ക് ബാക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടി നെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. നെറ്റ് കണക്ട് ചെയ്തതിന് ശേഷം ബാക്കപ്പ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസ് എടുക്കുക. ഗൂഗിൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ജിമെയിൽ ID സൈൻ ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും വെയിറ്റിംഗ് ഫോർ കണക്ഷൻ 8 ഐറ്റം ലെഫ്റ്റ് ടു ബാക്കപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നെറ്റില്ലാത്തത് കൊണ്ട് ഇതുവരെ ബാക്കപ്പ് ചെയ്യാത്ത കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ അത് നമുക്ക് ഗൂഗിൾ ഫോട്ടോസിലേക്ക് ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെറ്റ് കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നെറ്റ് കണക്ട് ചെയ്ത് അത് ബാക്കപ്പ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഡോഗ്സുകളൊക്കെ നിങ്ങൾ വീണ്ടും നോട്ടീസ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വൈഫൈ ഇവിടെ കണക്ട് ചെയ്തു. അതിന് ശേഷം ഞാൻ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുക കേട്ടോ. ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഈ ജിമെയിലിന് ചുറ്റുമായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അത് ബാക്കപ്പ് ആവുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ബാക്കിങ് 8 ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ 6 ആയി. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് കാര്യങ്ങളും ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗൂഗിൾ ഫോട്ടോസ് ഇവിടെ ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആ 2 ഡോഗ്സിൻ്റെ ഫോട്ടോ ശ്രദ്ധിക്കുക. ക്ലോസ് ചെയ്തതിന് ശേഷം ഇപ്പം നെറ്റ് കണക്റ്റഡ് ആട്ടോ. ഞാൻ പറഞ്ഞു വൈഫൈ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫോട്ടോസിൽ പോയി ഇതിൽ ഒരു ഡോഗിൻ്റെ ഫോട്ടോ, ഇപ്പോൾ ഈ ഒരു ഡോഗിൻ്റെ ഫോട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്യണേ. ഡിലീറ്റ് ചെയ്ത സമയത്ത് ഇതിൻ്റെ വീഡിയോൻ്റെ ഒരു ഇതാണ്, അത് വന്നതാണ് കേട്ടോ. ക്ലോസ് ചെയ്തു. നമ്മൾ ഗൂഗിൾ ഫോട്ടോസിൽ പോയി നോക്കുന്ന സമയത്ത് ആ ഫോട്ടോ ഡിലീറ്റ് ആയിട്ടില്ല, കണ്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നെറ്റ് കണക്ട് ചെയ്ത് നമ്മൾ ബാക്കപ്പ് എടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടും ഇവിടെ ഡിലീറ്റ് ആയിട്ട് പോയിട്ടില്ല. ഇനി നമ്മൾ അവിടെയും ഡിലീറ്റ് ചെയ്തു, ഇവിടെയും ഡിലീറ്റ് ചെയ്തു, ഇവിടെയും ഡിലീറ്റ് ചെയ്തു, കണ്ടോ. പക്ഷേ അപ്പോഴും പോയിട്ടില്ല. അത് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ 60 ദിവസത്തെ സമയമുണ്ട്. അതിന് നമ്മൾ ലൈബ്രറി എന്ന ഓപ്ഷനിൽ പോവുക, ബിന്നിലൊന്ന് പോവുക. ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. ഇതൊന്ന് റീസ്റ്റോർ ചെയ്താൽ മതി. റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഫോട്ടോസിലേക്ക് ഇതൊക്കെ ഗൂഗിൾ ഫോട്ടോസ് തന്നെയാണ് കാണിക്കുന്നത്, കണ്ടോ ഇവിടെ കാണിക്കും. ഇനി നമുക്കിത് ഗാലറി ഡിവൈസിലേക്ക് തന്നെ റിക്കവർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡിവൈസിലേക്ക് തന്നെ റിക്കവർ ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കണ്ടോ, സേവ് ടു ഡിവൈസ്. ഇത് iOSൽ സേവ് ടു ആൻഡ്രോയിഡിലും സെയിം ഓപ്ഷൻ തന്നെയാണ്. ഇവിടെ സേവ് ടു ഡിവൈസ് ഷെയർ നമുക്ക് ഇങ്ങനെ തന്നെ ഡയറക്റ്റ്ലി ഷെയർ ചെയ്യാനും സാധിക്കും കേട്ടോ. ഇതാ കണ്ടോ, നമുക്ക് ഇങ്ങനെ തന്നെ ഡയറക്റ്റ്ലി ആർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ സേവ് ടു ഡിവൈസ് ഉണ്ട്, അങ്ങനെ നമുക്ക് ഡിവൈസിലേക്ക് തന്നെ തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ ഡിവൈസിലേക്ക് തന്നെ റീസ്റ്റോർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ക്ലോസ് ചെയ്യുന്നു കേട്ടോ. ഞാൻ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ ഗാലറി അഥവാ iOSകാരുടെ ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു, ലൈബ്രറി എടുക്കുന്നു. ഇതാ അതേ സ്ഥലത്ത് അതേ ഡോഗ് വന്നിരിക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഗൂഗിൾ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്തു. ഈ ഗൂഗിൾ ഫോട്ടോസ് നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ഈ ഫോട്ടോ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ഈ ലൈബ്രറി ബിന്നിൽ പോയിട്ട് ആ ഫോട്ടോസ് എടുത്തിട്ട് അവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഇങ്ങനൊരു ഡിലീറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറി പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫോട്ടോസ് കാണാൻ സാധിക്കില്ല. കാരണം അത് കംപ്ലീറ്റ്ലി എല്ലാ ഒരു വേസിൽ നിന്നും ഡിലീറ്റ് ആയിപ്പോയി. അതായത് നമ്മളെ ഗൂഗിൾ ഫോട്ടോസിൽ നിന്നും ഒക്കെ ഡിലീറ്റ് ആയിപ്പോയി, നമ്മളെ ഡിവൈസിൽ നിന്നടക്കം ഡിലീറ്റ് ആയിപ്പോയി. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് മൊത്തത്തിലാണ് പോകുന്നത്, നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിനെ കുറിച്ചിട്ടുള്ള എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയ അറിവുകളെന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു നിങ്ങളോട് ഗൂഗിൾ ഫോട്ടോസിൽ മാത്രമേ ഞാൻ പറഞ്ഞു ജിമെയിലിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് വെക്കാൻ പറ്റും. ജിമെയിൽ അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. നമ്മൾ ജിമെയിൽ ID പിന്നെ ഒരു കാര്യം എടുത്ത് പറയുന്നത് വെച്ചാൽ നമ്മളെപ്പോഴും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അതിൻ്റെ വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ മുകളിൽ ലിങ്ക് ഇട്ട് തരാം.
നിങ്ങളത് അതിൻ്റെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ലാസ്റ്റത്തെ 3 മിനിറ്റ് മാത്രം കണ്ടാൽ മതി. നിങ്ങൾക്ക് അവിടെ ആ വീഡിയോസിലെ ലാസ്റ്റ് 3-ാമത്തെ മിനിറ്റിൽ മുതൽ കാണാൻ സാധിക്കും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. നമ്മുടെ ജിമെയിൽ ID പാസ്വേഡ് എപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ മറ്റൊരാൾക്ക് കൈമാറാതിരിക്കുക. ഒരുപാട് ഹെക്കർമാരുമായുന്ന സൈബർ കാലത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വിലപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഫോണിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പ്രത്യേകം പറയുന്നു, നമ്മൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാതെ ഗൂഗിൾ ഫോട്ടോസിൽ പോയി സൈൻ ചെയ്യരുത്. ആദ്യം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ മസ്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിനെ കുറിച്ചുള്ള അറിവുകളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി വെച്ചേക്കുക. ഞാനിടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടേക്ക് കെയർ.